ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ വന്നിട്ട് ഒരു ഗ്രേപ്പ് ബോട്ടിലാട്ടാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു ബിയർ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പേപ്പേഴ്സ് വേണം അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാനായിട്ടാണ്. ഒട്ടിച്ചു കൊടുക്കാൻ ഞാനിവിടെ കുറച്ച് ഫെവിക്കോളും അതുപോലെ തന്നെ വാട്ടറും ഡയലൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനായിട്ട് ഞാനൊരു കറക്റ്റ് റേഷ്യോ ഒന്നും പറയുന്നില്ല. അപ്പം എല്ലാവരും പറയാറ് 2 ടീസ്പൂൺ ഫെവിക്കോളിന് 1 സ്പൂൺ വെള്ളം അതുപോലെ തന്നെ ചെയ്യാം. പക്ഷെ നമുക്ക് ഇതിന് ഒട്ടിക്കാനായിട്ട് 2 ടീസ്പൂണൊന്നും വേണ്ട. അപ്പം ചെയ്യേണ്ട 1 സ്പൂൺ ഫെവിക്കോളിന് 1/2 സ്പൂൺ വെള്ളം അങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതാണ് റേഷ്യോ. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ ഫെവിക്കോളിൻ്റെ അടപ്പ് തന്നെയാണ്. ഇതിൽ പകുതി ഭാഗം വെള്ളം നിറച്ചിട്ട് അതിൻ്റെ പകുതി ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. അത്ര മതി. അത്ര ഫെവിക്കോളെ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ബോട്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, ഒരു പേപ്പറിൻ്റെ കഷ്ണം എടുത്തിട്ട് ഇതിലേക്ക് ഒന്നും കൂടി ഒട്ടിച്ചു കൊടുത്തിട്ട് അതിന് മുകളിൽ ഒരു കോട്ടും കൂടിയും ഈ ഒരു ഫെവിക്കോളിൻ്റെ മിക്സ് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് വലിയൊരു പെർഫെക്ഷൻ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് വേണ്ടത് ബ്ലാക്ക് അക്രിലിക് കളറാണ്. അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് അക്രിലിക് കളർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോട്ടിൽ മുഴുവനും നല്ലൊരു ഫിനിഷിങ്ങിൽ കവർ ചെയ്യണം. അപ്പം ഇത് ഒരു കോട്ട് കൊടുത്താൽ മതി കേട്ടോ. കാരണം ഇത് ഡാർക്ക് കളറല്ലേ, ഒരു കോട്ട് കൊടുത്താൽ തന്നെ നല്ലൊരു ഫിനിഷിങ്ങിൽ കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ഒരു കോട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കളർ അപ്ലൈ ചെയ്യാൻ ഞാൻ യൂസ് ചെയ്യുന്നൊരു സ്പോഞ്ചാണ്. നമ്മൾ സാധാ കിച്ചൺ സ്പോഞ്ച് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നല്ലൊരു കോട്ടിന് അടിച്ചെടുക്കാം. അപ്പോൾ ഈ നല്ലൊരു കോട്ട് അടിച്ചിട്ട് നന്നായിട്ട് ഞാനിവിടെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഗോൾഡ് കളറാണ്. ശരിക്കും ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗോൾഡ് ടെസ്റ്റാണ്. അതിൻ്റെ ഒരു മീഡിയം പറഞ്ഞ ലിക്വിഡ് ഉണ്ട്. അത് മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ എൻ്റെ കയ്യിൽ അതില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ കയ്യിലുള്ള ഒരു ഗോൾഡ് കളർ എടുത്തിട്ടാണ് ഞാൻ ഇതുപോലെ റബ്ബ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ക്ലേ ആണ് കേട്ടോ. അപ്പം ഈ ഒരു കുപ്പി മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഫെവിക്രിലിൻ്റെ മൗൾഡിറ്റാണ്. അപ്പം ഇതിൻ്റെ ആദ്യത്തെ പേര് ശില്പക്കാരൻ എന്നായിരുന്നു, ഇപ്പം പേര് മാറിയിട്ടുണ്ട്. അപ്പം ഞാനിത് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ എന്താ പറയുക, ആ ഒരു ഇൻസ്ട്രക്ഷൻസൊക്കെ ഒന്ന് വായിച്ച് നോക്കുകയാണ് കേട്ടോ. കാരണം ഞാൻ ആദ്യമായിട്ടാണ് മൗൾഡിറ്റ് യൂസ് ചെയ്യുന്നത്. ക്രാഫ്റ്റ് മെറ്റീരിയൽസ് പാർട്ട് 3 നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എല്ലാത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ, പോയി ചെക്ക് ചെയ്യുക. അപ്പോൾ എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് എന്താ പറയുക ഉടച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഇത് ഹാർഡറിൻ്റെ ആ ഒരു ഇത് ഭയങ്കര ഒരു കൂർപ്പ് പോലെ സംഭവമുണ്ട്. എൻ്റെ ഒരു ഇതിൽ കേട്ടോ, എനിക്കറിയില്ല, കട്ട പിടിച്ച പോലെ ഒരു ഇതുണ്ട്. പക്ഷേ അത് ഡ്രൈ ആയിട്ടൊന്നുമില്ല. അപ്പം ഇതിൽ 2 കമ്പോണൻസ് ഉണ്ട്, ഹാർഡറും റെസിനും. അപ്പം ഇതാണ് റെസിന്, മറ്റേത് ആ വെള്ള ഹാർഡനറാണ്. ഈ 2 കമ്പോണൻസ് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ടൊരു വൈറ്റ് കളറാക്കി എടുക്കണം കേട്ടോ. അതുവരെ നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു കട്ട പോലെ ഉണ്ടെന്ന്, അതാണ് കേട്ടോ സംഭവം. അപ്പം മിക്സ് ചെയ്യുന്നതിനെക്കാട്ടിലും മുമ്പിൽ ആ ഒരു ഹാർഡനർ എടുത്തിട്ട് ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ 2 ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു തിന്നായിട്ടുള്ളൊരു വള്ളി പോലെ ഉണ്ടാക്കിയെടുക്കണം. അപ്പം അതൊക്കെ നിങ്ങൾ ചിലതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല, എല്ലാവർക്കും അറിയുന്നതല്ലേ. എന്നിട്ട് നമ്മുടെ കുപ്പീൻ്റെ മേളിലായിട്ട് ഞാൻ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. നിങ്ങളെങ്ങനെയാണോ വള്ളി ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത്, അതെങ്ങനെയാണോ നിങ്ങൾ സങ്കല്പിച്ചിട്ടുള്ളത് അതിനനുസരിച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് താഴത്തോട്ട് ഇങ്ങനെ തൂങ്ങിക്കണ പോലെയാണ് ഫെവിക്കോൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇതുപോലെ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ക്ലേയും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ക്ലേ എടുത്തിട്ട് ഇങ്ങനെ ഉണ്ടായിട്ട് എടുക്കുകയാണ്. കാരണം മുന്തിരിയല്ലേ, അപ്പം ഉണ്ടായിട്ട് വേണ്ടേ മുന്തിരിൻ്റെ ആ ഒരു ഇതൊക്കെ. അപ്പം ഇതെങ്ങനെ ഒട്ടിക്കേണ്ടത്, താഴെ നിന്ന് മുകളിലേക്കാണ് ഒട്ടിക്കേണ്ടത്. മുകളിൽ നിന്ന് താഴത്തേക്കല്ല കേട്ടോ, താഴത്തു നിന്ന് മുകളിലേക്കാണ് ഇത് ഒട്ടിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് വള്ളിയൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് വള്ളിയൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് വള്ളി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഞാൻ 2ാമത്തെ വള്ളി ഉണ്ടാക്കിയെടുത്തു. അതിൻ്റെ മുന്തിരികളൊക്കെ ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ ഗ്യാപ്പ് വരികയാണെങ്കിൽ ഇതുപോലെ ചെറിയൊരു വള്ളി പോലെ ക്ലേ ഉണ്ടാക്കുക. എന്നിട്ട് ആ ഒരു സ്പേസിന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പം ഞാൻ ഒരു വള്ളിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ കൂടി ഇത്
വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുന്തിരി ലീഫ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു, അതും ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഞാൻ എൻ്റെ കൈമത്തെ ക്ലേ ഒക്കെ മിക്സ് ചെയ്ത പൗഡർ ഉണ്ടായിരുന്നു, അതും തോത്തി കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബോട്ടിലാട്ട്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം. അതിലേക്കും ബൈ.